പ്രിയപ്പെട്ട കുട്ടികളെ, കുഞ്ഞൂസിൻ്റെ വായനാ ലോകത്ത് എല്ലാ ദിവസവും രാവിലെ പ്രശസ്തരായ ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് പോവുകയാണല്ലോ. സാർ ഇന്ന് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ക്ലാസിക് ഫെയറി ടെയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽപ്പെട്ട സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഉറങ്ങുന്ന സുന്ദരി എന്ന് പറയുന്ന ഒരു കൊച്ചു കഥ പറയാം. ഒരു രാജാവിനും രാജ്ഞിക്കും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിനവർ ഒറോറ എന്ന് പേരിട്ടു. രാജകുമാരിയുടെ ജനനം ആഘോഷിക്കാൻ രാജാവ് വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. രാജ്യത്തെ എല്ലാ മാലാഖമാരെയും വിരുന്നിന് ക്ഷണിച്ചു. എന്നാൽ ക്ഷണം കിട്ടാത്ത ഒരു ദുഷ്ട മാലാഖയുണ്ടായിരുന്നു. അവൾ ഇതിൽ ദേഷ്യപ്പെട്ട് വിരുന്നിന് വരികയും രാജകുമാരിക്ക് ഒരു ശാപം നൽകുകയും ചെയ്തു. എന്താണ് ശാപം എന്നറിയോ? 15-ാം വയസ്സിൽ ഒരു കറങ്ങുന്ന സ്പിന്നിങ് വീലിൻ്റെ സൂചി കൊണ്ട് കൈ മുറിഞ്ഞ് രാജകുമാരി മരിക്കുമെന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ മകൾ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല മാലാഖ പറഞ്ഞു, രാജകുമാരി മരിക്കില്ല, പകരം അവൾക്കൊരു 100 വർഷത്തെ ഗാഢ നിദ്രയായിരിക്കും. രാജാവും രാജ്ഞിയും ഈ ശാപത്തിൽ നിന്ന് മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അവർ രാജ്യത്തിലെ എല്ലാ സ്പിന്നിങ് വീലുകളും നശിപ്പിച്ചു. പക്ഷേ ദുഷ്ടമാലാഖയുടെ ശാപം ഫലിച്ചു. 15-ാം വയസ്സിൽ ഒറോറ രാജകുമാരി ഒരു കോട്ടയുടെ മുകളിലത്തെ നിലയിൽ ഒളിപ്പിച്ചു വെച്ച സ്പിന്നിങ് വീല് കണ്ടെത്തുകയും അതിൽ തട്ടി കൈ മുറിയുകയും ചെയ്തു. അവൾക്ക് 100 വർഷത്തെ ഗാഢനിദ്രയിലേക്ക് പോകേണ്ടി വന്നു. അതോടെ രാജകുമാരി മാത്രമല്ല, ആ കൊട്ടാരത്തിലെ മുഴുവൻ ആളുകളും ഉറക്കത്തിലേക്ക് വീണു. 100 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജകുമാരൻ ആ കൊട്ടാരം കാണുകയും അവിടെ എത്തുകയും ചെയ്തു. അയാൾ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയുടെ അടുത്തെത്തി ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ രാജകുമാരിക്ക് വീണ്ടും ജീവൻ വന്നു. അതോടെ കൊട്ടാരത്തിലെല്ലാവരും ഉണർന്നു. രാജകുമാരിയും രാജകുമാരനും പിന്നീട് സന്തോഷത്തോടു കൂടി വിവാഹിതരായി അവിടെ ജീവിച്ചു. ഇങ്ങനെയുള്ള ഫെയറി ടൈൽസുകളൊക്കെ വായിക്കാൻ കുഞ്ഞൂസിൻ്റെ വായനാ ലോകത്ത് നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാവണം, കണ്ടെത്തണം. രസകരമായ ഇത്തരം കഥകളൊക്കെ നിങ്ങൾക്ക് പുതിയ ഒരു പ്രചോദനമാകും. ചില നല്ല സന്ദേശങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇപ്പം എന്താണ് ഒരു സന്ദേശമുള്ളത്? ഫെയറി ടൈൽസ് ആണെങ്കിലും അതൊരു സന്ദേശമുണ്ട്, അല്ലേ? തിന്മയെ നന്മ അതിജയിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ